സ്കൂളിലെ ഉച്ചക്കഞ്ഞി അരി കടത്തിയ സംഭവത്തിൽ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാൻ ധനകാര്യ പരിശോധനാ വിഭാഗം മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അരി കടത്തിലാണ് നടപടി. രാത്രിയുടെ മറവിൽ ഉച്ചഭക്ഷണ അരി കടത്തുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. സ്കൂളിലെ 7737 കിലോ അരി മോഷണം നടത്തിയതായി പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, എന്തായാലും കള്ളം പിടിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ വിഭാഗം പരിശോധന നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം നടന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ഇനി ഇത് തിരിച്ചുപിടിക്കാനുള്ള എന്ത് നടപടിയാണ് അവർ ശുപാർശ ചെയ്തിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, ഈ മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അരികടത്ത് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ്. കാരണം രാത്രിയുടെ മറവിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ അരി അവർ കടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാൻ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. സ്കൂളിലെ 7737 കിലോ അരിയാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അത് പരിശോധനയിൽ തെളിയുകയും ചെയ്തിരുന്നു. കിലോഗ്രാമിന് 37.26 രൂപ നിരക്കിൽ 2.88 ലക്ഷം രൂപ അധ്യാപകരിൽ നിന്ന് ഈടാക്കാനാണ് നിലവിൽ ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം അധ്യാപകർ നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്നും ക്രിമിനൽ നടപടി വേണമെന്നും ധനകാര്യ വകുപ്പിന്റെ ശുപാർശയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അധ്യാപകരുടെ അറിവോടെയാണ് ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട അരി പാടെ കടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യം കൂടി. സ്കൂളിലെ 7737 കിലോ അരി മോഷണം നടത്തിയിട്ട് ഇതുവരെയായും പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ലേ, കേസെടുത്തില്ലേ? ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തിയത്? നേരത്തെ തന്നെ പരാതി പോയിരുന്നോ? പോലീസിന് പരാതി കൊടുത്തിരുന്നോ? പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ പരാതിയുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പും പരിശോധന നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ശുപാർശ വന്നു. കൃത്യമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനമാണ് ഇവർ നടത്തിയത് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ നടപടി വേണമെന്നുള്ള ശുപാർശയ്ക്ക് മേൽ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകുന്നത്. അതിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ട, സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യേണ്ട അരിയാണ് ഇത്തരത്തിൽ മോഷണം ചെയ്തത് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയത്, ലക്ഷങ്ങളുടെ കച്ചവടം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിനെ അനുകൂലമായിട്ട് നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇതിന് ആദ്യഘട്ടത്തിൽ ഇതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നതിന് പിന്നാലെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്ന് വേണം അതിൽ നമ്മൾ നോക്കിക്കാണാൻ. സോണ, ഒരു കാര്യം കൂടി, പ്രത്യക്ഷത്തിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ കേസിൽ? പ്രധാനമായും സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റ് അംഗങ്ങളുമാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ആദ്യഘട്ടത്തിൽ തന്നെ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നതാണ്. ഇതിന് പിന്നാലെയാണ് അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസത്തെ അരി കടത്തിയതായിട്ടുള്ള ഒരു കണക്ക് അത് കണ്ടുപിടിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ മാനേജ്മെന്റ് അംഗങ്ങൾക്കും അധ്യാപകർക്കുമെതിരെ ഒരു നടപടി വേണമെന്ന ആവശ്യമായി ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നത്. അനിൽ നമ്പ്യാർ, സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കടത്തിയ സംഭവത്തിൽ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാൻ ധനകാര്യ പരിശോധനാ വിഭാഗം മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അരി കടത്തലിലാണ് നടപടി. രാത്രിയുടെ മറവിൽ ഉച്ചഭക്ഷണ അരി കടത്തുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. സ്കൂളിലെ 7737 കിലോ അരി മോഷണം നടത്തിയതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മലപ്പുറത്തു നിന്നും സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.